നമസ്കാരം. നമസ്കാരം. നവ്യദക്ഷയിലേക്ക് സ്വാഗതം. സർ, കഴിഞ്ഞ 2 ദിവസത്തിന് മുന്നേ ഒരു ക്ലയൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു. നമ്മളിവിടെ നിന്ന് ഒരു 5 കിലോമീറ്റർ ആ ഒരു ഡിസ്റ്റൻസിൽ നിന്നാണ്. പക്ഷേ പുള്ളിക്കാരത്തി ആ ഒരു 40-45 ആ ഒരു ഏജാണ്. എനിക്ക് വയസ്സ് ചോദിച്ചിട്ടില്ല. ആ ഒരു ഏജ് ലെവലാണ്. കുട്ടികൾ നന്നായിട്ട് പഠിക്കുന്നുണ്ട്, അവർക്ക് ജോലിയുണ്ട്, പിന്നെ നല്ല ഹസ്ബൻഡ്, ഫാമിലി ലൈഫൊക്കെ ഓക്കെയാണ്. വേറെ അങ്ങനെയൊക്കെ അവർക്ക് ടെൻഷൻസ് അങ്ങനത്തെ കാര്യങ്ങളില്ല. പക്ഷേ എന്നോട് പറഞ്ഞതെന്ന് വെച്ചാൽ ആ മാമിന് ലൈഫിൽ അറിയത്തില്ല എന്താന്നുള്ളത്, എന്തൊക്കെയോ ഒരു ലൈഫിലൊരു കുറവ്, ഒരു സമാധാനക്കുറവ്, എന്താണെന്നറിയാത്തൊരവസ്ഥ. അങ്ങനെയാണ് കൗൺസിലിങ്ങിനായിട്ട് വന്നത്. അതിനെന്തെങ്കിലും ഒരു പോംവഴി ഉണ്ടോ എന്ന് വെച്ചിട്ട്. ഇത് വളരെ കോമൺ ആയിട്ടുള്ളൊരു സംഭവമാണ്. ലൈഫിൽ സാറ്റിസ്ഫാക്ഷൻ ഇല്ല. നോക്കിക്കഴിഞ്ഞാൽ ആ ഹാപ്പിനെസ് അല്ലെങ്കിൽ ആ ഒരു ജോയ് ഉള്ള ആൾക്കാർ വളരെ കുറവാണ്. ഒരു മാക്സിമം ആൾക്കാരും ഈ ഒരു സാറ്റിസ്ഫാക്ഷൻ ഇല്ല, എല്ലാം ഉണ്ടെങ്കിലും സാറ്റിസ്ഫാക്ഷൻ ഇല്ല എന്ന ഒരു അവസ്ഥയാണ് എല്ലാ ആൾക്കാർക്കും. അവർക്കറിയത്തില്ല എന്താണ് അവർക്ക് സന്തോഷം കിട്ടുന്നതെന്ന്, അല്ലെങ്കിൽ എന്ത് ചെയ്താലാണ്, എന്ത് കിട്ടിയാലാണ് അവർ സാറ്റിസ്ഫൈ ചെയ്യും എന്ന് അവർക്ക് അറിയത്തില്ല. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ചൈൽഡ്ഹുഡ് ഇഷ്യൂ ആയിട്ടാണ് ഞാൻ കണക്ട് ചെയ്യാൻ പോകുന്നത്. ചെറുതിലെ കുട്ടികളെ സന്തോഷിപ്പിച്ച് നിങ്ങൾ വയ്ക്കാറുണ്ടോ? പാരൻസിൻ്റെ അടുത്താണ് ചോദ്യം. ചെറുതിലെ കുട്ടികളെ സന്തോഷിപ്പിച്ച് വയ്ക്കാറുണ്ടോ? പാരൻസിന് കുട്ടികളെ കൊണ്ട് നീഡാണ്. എന്താണ് നീഡ്? നല്ല മാർക്ക് വാങ്ങണം, വീട്ടിൽ അച്ചടക്കം വേണം, ആഹാരങ്ങളെല്ലാം വളരെ കൃത്യമായിട്ട് കഴിക്കണം, ദിവസവും രാവിലെ കഴിക്കണം, കൃത്യമായിട്ട് അവരെ കാര്യങ്ങളെല്ലാം ചെയ്യണം. ഇത് പാരൻസിൻ്റെ നീഡാണ് കുട്ടികളുടെ അടുത്തുള്ളത്. നിങ്ങളിപ്പോൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ കുട്ടികൾ എപ്പോഴാണ് ഹാപ്പി ആവണമെന്ന്? കുട്ടികളെ ഹാപ്പിയാക്കി വയ്ക്കാൻ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ശ്രമിച്ചിട്ടുണ്ടോ? പഠിക്കാൻ തന്നെ പറയണത് ശ്രദ്ധിച്ച് പഠിക്ക്, അങ്ങോട്ട് നോക്കരുത്. അച്ഛനമ്മ ആംഗ്രി ആയിട്ടാണ് പറയണത്. എൻജോയ് യുവർ സ്റ്റഡീസ്, പഠിക്കുക, എൻജോയ് ചെയ്ത് പഠിക്കുക, എല്ലാത്തിലും എൻജോയ്മെൻറ്റ്. ആ ചൈൽഡ്ഹുഡിൽ ഹാപ്പിനെസ് ഇംബൈബ് ചെയ്തില്ലെങ്കിൽ വലുതാവുമ്പം ഇറ്റ്സ് ഡിഫിക്കൽട്ട്. റോങ് പ്രോഗ്രാം അകത്ത് കയറിയിട്ടുണ്ട്. ഹാപ്പിനെസ് ഇല്ല, ഒരു കാര്യത്തിലും സാറ്റിസ്ഫാക്ഷൻ ഇല്ല, ആഹാരം കഴിക്കുമ്പോൾ സാറ്റിസ്ഫാക്ഷൻ ഇല്ല, എല്ലാ കാര്യത്തിലും. ഈവൻ ബ്രീത്ത് ചെയ്യുമ്പോൾ തന്നെ ഹാപ്പി ആയിട്ട് ബ്രീത്ത് ചെയ്യാൻ പറ്റും, വെള്ളം കുടിക്കുമ്പം ഹാപ്പി ആയിട്ട് വെള്ളം കുടിക്കാൻ പറ്റും, ഫുഡ് കഴിക്കുമ്പോൾ, എല്ലാവരും സംസാരിക്കുമ്പോൾ, ട്രാവൽ ചെയ്യുമ്പോൾ, എല്ലാത്തിലും നമുക്ക് ഹാപ്പിനെസ് കോഷ്യന്റ് കൊടുക്കാൻ പറ്റും. ഇല്ല, ഹാപ്പിനെസ് ഇല്ലെങ്കിൽ സാറ്റിസ്ഫാക്ഷൻ ഇല്ല. പല ആൾക്കാർ ദേ ഡോണ്ട് നോ വൈ ദേ ആർ ലിവിങ്. എന്തിനാണ് ജീവിക്കണമെന്ന് പോലും പല ആൾക്കാർക്കും അറിയത്തില്ല. കുട്ടികളെ പ്രസവിക്കുന്നു, വലുതാക്കുന്നു, ഇങ്ങനെ പോകുന്നു, കുറെ കഴിയുമ്പോൾ വയസ്സാവുന്നു, കുറച്ച് ദിവസം ആശുപത്രി കിടക്കുന്നു, ആ സമയത്ത് ആരും നോക്കാതെ വരുന്നു, എപ്പോഴും സ്ട്രഗിളാണ്, അവസാനം മരിക്കുന്നു. കൊണ്ട് വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് ഹാപ്പിനെസ് അല്ലെങ്കിൽ ലൈഫിലെ സാറ്റിസ്ഫാക്ഷൻ റിവൈവ് ചെയ്ത് തിരിച്ചു കൊണ്ടുവരാൻ പറ്റും. ഇപ്പം മാഡം പറഞ്ഞല്ലോ, ഒരു 40-45 ഇയേഴ്സ് ഉള്ള ലേഡി, അവർക്ക് സാറ്റിസ്ഫാക്ഷൻ ഇല്ലാന്ന്. റീസൺ എന്താണെന്ന് മനസ്സിലാക്കണം. റീസൺ എന്താണെന്ന് ചോദിച്ചാൽ ഇവരുടെ ചൈൽഡ്ഹുഡാണ് റീസൺ. ഒരു റീസൺ, മെയിൻ റീസൺ അതാണ്. ആ ചൈൽഡ്ഹുഡിൽ ഇവർക്ക് ഹാപ്പിനെസ് എന്താണെന്ന് ചിലപ്പം അറിയത്തില്ലായിരിക്കാം. ചൈൽഡ്ഹുഡും ഒരു ചിലപ്പോൾ വീട്ടിലെല്ലാം കാണുമായിരിക്കും. ആ ചൈൽഡ്ഹുഡ് ഇയാൾ എങ്ങനെ കടന്നു പോയി. സെക്കൻഡ് തിങ്, ചുറ്റുമുള്ള ആൾക്കാരുടെ ആ ഒരു കണക്ടിവിറ്റി, അവരെങ്ങനെയാണ് ഇവരുമായിട്ട് റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്, ഇതെല്ലാം ഇതിനകത്ത് പ്രശ്നമാണ്. പിന്നെ ഇങ്ങനെയുള്ള ആൾക്കാർ ചിലപ്പോൾ ചൈൽഡ്ഹുഡിൽ ഐസൊലേഷൻ ഫേസ് ചെയ്ത ആൾക്കാർക്ക്, ഈ ഒരു ഒറ്റയ്ക്ക് ഒതുങ്ങിയിരുന്ന്, അല്ലെങ്കിൽ കുടുംബത്തിലെ ഏറ്റവും ഇളയ കുട്ടിയോ മൂത്ത കുട്ടിയോ ബാക്കിയുള്ള ആൾക്കാർ നെഗ്ലക്റ്റ് ചെയ്തതായിരിക്കും. എല്ലാത്തിൻ്റെ പിന്നിൽ ഒരു റീസൺ ഉണ്ട്. ഈ റീസണിൻ്റെ റൂട്ട് കോസ് മനസ്സിലാക്കി നമ്മുടെ ഈ സൈക്കോ തെറാപ്പി, അത് EFT എന്ന് പറഞ്ഞ സൈക്കോ തെറാപ്പി, അവർ പഠിക്കുകയാണെങ്കിൽ അവർക്ക് സ്വയം ഇതിൽ നിന്ന് മുക്തി നേടി തിരിച്ച് ഒരു ഹാപ്പി ആയിട്ടുള്ള ഒരു ലൈഫിലോട്ട് വരാൻ പറ്റും. എല്ലാത്തിൻ്റെ റീസൺ എന്ന് പറഞ്ഞാൽ ചൈൽഡ്ഹുഡ്.
റോങ് പാരൻറ്റിങ്. പാരൻറ്റിങ് അറിയാമല്ലോ, രണ്ട് പാരൻറ്റിങ്, വൂം സ്റ്റേജ് പാരൻറ്റിങ്ങും ഉണ്ട്, വൂം സ്റ്റേജിലെ പാരൻറ്റിങ്ങും ഉണ്ട്, നമ്മൾ 15 years ഉള്ള പാരൻറ്റിങ്ങും ഉണ്ട്. അതാണ് നമ്മൾ അഡ്വാൻസ് ആയിട്ട് ചെയ്യുന്നത്, അഡ്വാൻസ് ലെവൽസിൽ പഠിപ്പിക്കുന്നത്. കുറേ കോംപ്ലിക്കേറ്റഡ് ഇഷ്യൂസ് ഉള്ള ആൾക്കാർക്ക് വൂം സ്റ്റേജിൻ്റെ കറക്ഷൻ, ചൈൽഡ്ഹുഡിലെ വൂം സ്റ്റേജിലെയും ചൈൽഡിൻ്റെ റിഗ്രഷൻ, റീഇംപ്രിൻറ്റിങ്, ഈ പ്രോസസ്സ് എല്ലാം സഹായിക്കും. ഇങ്ങനത്തെ എനിക്ക് തോന്നുന്നു ഈ കുട്ടിക്ക്, ഈ പറഞ്ഞ ആൾക്ക് തീർച്ചയായും ആ വൂം സ്റ്റേജിലെ അല്ലെങ്കിൽ ചൈൽഡ്ഹുഡിൽ ഒരു ഇമ്പാക്റ്റ് ചെയ്യുന്ന കുറേ ട്രോമാറ്റിക് ഇൻസിഡൻസ് ഉണ്ടായിട്ടുണ്ട്. മാറ്റാൻ പറ്റും. പുതിയ പ്രോഗ്രാം വളരെ ഈസി ആയിട്ട് അവർക്ക് നല്ലൊരു ഹാപ്പി ആയിട്ടുള്ള ആളായിട്ട് ജീവിക്കാൻ പറ്റും. ഇപ്പോൾ സാറ് പറയുന്നതനുസരിച്ച് ഇപ്പം ഇന്നത്തെ ജനറേഷനും ഇന്നത്തെ പാരൻറ്റിങ്ങും എനിക്ക് തോന്നുന്നു കുട്ടികളുടെ ഇപ്പോൾ ഒത്തിരി കുട്ടികൾ സ്കൂൾ ലെവലിലെ കുട്ടികൾ വരുന്നുണ്ടല്ലോ, അതെ, അപ്പോൾ അവരുടെ ആ റോങ് പാരൻറ്റിങ് ആണെന്ന് തോന്നുന്നു. അത് തീർച്ചയായിട്ടും ഈ ഇന്നത്തെ കുട്ടികളെ ഈ അവസ്ഥയിലോട്ട് കൊണ്ടെത്തിക്കുന്നത്. തീർച്ചയായിട്ടും. മേഡം ഇപ്പോൾ പറഞ്ഞില്ലേ, ഇതിൽ നമ്മൾ EFT ചെയ്യുമ്പോൾ ഒരു ഡീപ്പർ ലെവലിൽ ഒരു ഹിപ്നോസിസ് ആൽഫ സ്റ്റേറ്റിൽ പോയിട്ട് നമ്മൾ ഈ പ്രോഗ്രാംസ് ഇംപ്രിൻറ്റ് ചെയ്യുമ്പോൾ ഇവിടെ സബ് കോൺഷ്യസ് മൈൻഡിന് ഈ കൊടുക്കുന്ന പ്രോഗ്രാം സ്ട്രോങ് ആയിട്ട് എമേർജ് ചെയ്യും. ഇതൊരു കാര്യം. പിന്നെ ഇങ്ങനത്തെ കുറേ ചലഞ്ചസ് ഓരോ ആൾക്കാർക്കും ഡിഫറെൻ്റ് ആണ്. ആ ചലഞ്ചസിന് നമ്മൾ EFT വെച്ച് തന്നെ അതിനെ റിമൂവ് ചെയ്യും. അപ്പം അതിൻ്റെ ഇമ്പാക്റ്റ് കുറയും, ഇത് എമേർജ് ചെയ്യും. ഇത് എമേർജ് ചെയ്യുമ്പം പിന്നെ ഇതാണ് ഇയാളുടെ പേഴ്സണാലിറ്റി. EFT വഴി വ്യക്തിക്ക് മാത്രം, വ്യക്തി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ, നേരത്തെ ഉള്ള വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട്, 50 trillion സെൽസിലും ഇതിൻ്റെ ഇമ്പാക്റ്റ് വരും. ഒരു പുതിയ മെറ്റാബോളിക് ആക്ടിവിറ്റി വരും. അതിനാണ് ട്രാൻസ്ഫോർമേഷൻ. ഒരു ടോട്ടൽ ട്രാൻസ്ഫോർമേഷൻ വരും. ഓക്കെ. അപ്പം EFT എന്ന ഒരു അമേസിങ് തെറാപ്പിയിലൂടെ നമ്മുടെ മനുഷ്യരുടെ ജീവിതം സന്തോഷകരമായിട്ട് മാറ്റാൻ കഴിയുമെന്ന് ഞങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി. ഇതിൻ്റെ ഏറ്റവും ഗുണമെന്ന് അറിയാമോ? ആർക്കാണെങ്കിലും പഠിക്കാം, ഭയങ്കര സിമ്പിളായിട്ട്. ഇത് ഒരു തെറാപ്പിസ്റ്റിൻ്റെ അടുത്ത് പോയിട്ട് EFT ചെയ്ത് മാറ്റേണ്ട ആവശ്യമില്ല. എനിക്ക് സ്വന്തമായിട്ട് പഠിച്ച് തന്നെ ഇത് ക്ലിയർ ചെയ്യാൻ പറ്റും. ഇതൊരു സെൽഫ് ഹെൽപ്പായിട്ടുള്ള ഒരു പ്രോസസ്സാണ്. ഏത് ലെവലിലുള്ള ഇഷ്യൂസ് ഉണ്ടെങ്കിലും മാറ്റാൻ പറ്റും. അപ്പോൾ സാർ വീണ്ടും നമ്മൾക്ക് ഒന്നും കൂടെ അതെന്താണെന്നുള്ളത് വ്യക്തമാക്കി തന്നു. താങ്ക് യു സർ. താങ്ക് യു.